ഇവിടെ വലിയൊരു പാത്രത്തിൽ ഇതാ ഇങ്ങനെ വെച്ചേക്ക വാണ്ടിയത് വാരി പോവല്ലേ. എൻ്റെ ഏട്ടാ സത്യം പറഞ്ഞ ഇതൊരു സൗഭാഗ്യം കേട്ടോ. ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് പോന്ന അമ്മനെ പിന്നെ കാണൂലല്ലേ. പക്ഷെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടെ വന്നാലൊരു അമ്മ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലടാ. ഹലോ മുത്തുമണികളെ, അപ്പേ നമ്മളിപ്പോൾ രാവിലെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ സമയം 10-11 മണിയായിട്ടോ. ഇന്ന് നാട്ടിൽ ഒരു മരിപ്പുണ്ടായിന് അയലോകത്ത്. അപ്പോൾ അതിൻ്റെ കബറടക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഇറങ്ങാൻ നേരം വൈകി. ഫസ്റ്റ് ട്രിപ്പ് എടുത്തു. ഖബർസ്ഥാനിൽ ഇറങ്ങുമ്പോൾ തന്നെ കോൾ വന്നു. ആ ട്രിപ്പ് എടുത്തു. അതിവിടെ അറവങ്കര കാരവൽ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവർക്ക് വീഡിയോയിൽ നിൽക്കുന്നതിന് വിരോധമുള്ള ആൾക്കാരൊന്നുമല്ല. പക്ഷേ കുട്ടിക്ക് നല്ല ചുമണ്ട്. നമ്മൾ ആ ഒരു സമയത്ത് വീഡിയോ സെറ്റാക്കാനുള്ളതല്ലോ. ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പലതും ആവേണ്ടി വരും. ഓലെ ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു ഡ്രൈവറുടെ ഡ്യൂട്ടി. അപ്പോൾ അസുഖം കൊണ്ട് വലഞ്ഞൊരാളെ നമ്മൾ എത്ര താല്പര്യക്കാരാണെങ്കിൽ പോലും ഓലെ നമ്മൾ വീഡിയോയിൽ കാണിക്കുക എന്നുള്ളതല്ല വലിയ കാര്യം. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷക്കാർക്ക് അഭിമാനമാണ് ഇത്തരം സന്ദർഭങ്ങൾ. മറ്റുള്ളവർക്ക് അസുഖം വരണമെന്നല്ല നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടാനുള്ളതേ നമുക്ക് ഭയങ്കര ഒരു ആത്മാഭിമാനമുള്ള കാര്യമാണ്. എന്തായാലും അൽഹംദുലില്ലാ ഓലെ നമ്മളിവിടെ എത്തിച്ചു. ഇവിടുന്ന് തുടങ്ങുകയാണ് ഇന്നത്തെ നമ്മളെ ജേണി. ഒപ്പം പോരി മക്കളെ. ആ ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പോണതേ മക്കരപ്പറമ്പ് ഭാഗത്തേക്കാണ്. ഈ ഓട്ടം മക്കരപ്പറമ്പ്, മലപ്പുറം മക്കരപ്പറമ്പ് ഭാഗത്തേക്കാണ്. മക്കരപ്പറമ്പിൽ നമ്മളൊരു സുഹൃത്തുണ്ട്, ഒരു ചേച്ചി സുമേച്ചിക്ക് ഒരു ഒരു ഹോട്ടലുണ്ട്, ഒരു വനിതാ ഹോട്ടൽ, കുടുംബശ്രീ ഹോട്ടലുണ്ട്. അപ്പോൾ അതിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇൻഷാ അല്ലാഹ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത്. ഫൈസലേ എന്താ വിളിക്കണേ വണ്ടി എടുത്തിട്ടാണ്ട്? ഞാനും മലപ്പുറം ഭാഗത്തേക്കാണേ. ഇജ്ജ് പോരെ, വണ്ടി ഒരാൾ കയറും കേട്ടോ. പ്രശ്നമല്ലോ, ഓൽക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ ആളിനാണ്. വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കടി കയറാണ്ട്. നമ്മളെ വ്യൂവേഴ്സിന് ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. ഇജ്ജും കണ്ടോണ്ടി വാ പോരി. പെട്ടെന്ന് മക്കരമ്പ് പെട്ടെന്ന് പോരും. കയറിയറോ നമ്മൾ സ്ഥലത്തെയാണ് കേട്ടോ. ആ കാണുന്ന മലബാർ മക്കാനി വനിതാ ക്യാൻറ്റീൻ അതൊക്കെ നമുക്ക് പോകാനുള്ളത്. പോയോക്കാലോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ വന്ന് ഈ മലബാർ മക്കാനിലേ നമുക്ക് കുറച്ച് അവിടെ ട്രിപ്പുള്ള ഇനി നമ്മൾ നിങ്ങളത് കാണിക്കാൻ വേണ്ടി ഇതുവരെ കുറച്ച് വന്നാണ്. അപ്പോൾ എന്താ വെച്ചാലേ ഇവിടെ ഒരു ചേച്ചിണ്ട്, സുമേച്ചി. ഈ ചേച്ചിനെ ഞാൻ സുഹൃത്താണ് കേട്ടോ. ഈ ചേച്ചിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, ഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് നല്ല പരിഗണന കൊടുക്കും. മുമ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു കുട്ടി കൈ ഒടിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ കുട്ടി സ്പൂൺ ചോദിച്ചപ്പോൾ ഈ കുട്ടിക്ക് കൈ കൊണ്ട് വാരി കൊടുത്ത്, ഒരു +2 +1 പഠിക്കണ ഒരു കുട്ടിക്ക് കൈ കൊണ്ട് വാരി കൊടുത്തിട്ട് ഓനെ തീറ്റിച്ചു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പലപ്പോഴും വൈറലായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വൈറൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാണ്ട് വരി. എന്താ ചൊറുക്കില്ലേ, ഇത് കാണാൻ നല്ല രസമല്ലോ വൈഫല്ലേ. അപ്പോൾ നമുക്ക് പോയേക്കാം മലബാർ ക്യാൻറ്റീനിലേക്ക് ഒന്ന് പോയേക്കട്ടാ, മലബാർ മക്കാനിക്ക്. നമ്മളെ സുമേഷിൻ്റെ അടുത്ത് എത്തിട്ടോ. സുമേച്ചിയാ പണിയൊക്കെ കഴിഞ്ഞോ? കുട്ടികളൊക്കെ വരാനായോ? ആയില്ലേ. ഇതൊക്കെ കുട്ടികൾക്കുള്ളതാ ആണല്ലേ? അത് ശരി. മീൻ കറിയാ? ഒക്കെ ഉണ്ടല്ലേ. അത് കുട്ടികൾ വരട്ടെ, എന്നിട്ട് നല്ല രസം. എങ്ങനെ സാധിക്കണം നിങ്ങൾക്ക് ഇതൊക്കെ? കുട്ടികളാണ് ഇവിടുത്തെ മെയിൻ അതിഥികൾ കേട്ടോ. കിച്ചണ് കയറി. ഈ കുട്ടികൾ വന്നു തുടങ്ങിയപ്പോൾ കിച്ചണ് കയറിയതാണ്. ഞാൻ ഇതിൻ്റെ രസം കേട്ടോ. ഇവിടുത്തെ വെറൈറ്റി എന്താ കണ്ടോളി. ചെക്കന്മാർ ഇങ്ങോട്ട് വരും. അടുക്കളയൊക്കെ കൂടിയിട്ട് മെച്ചിൻ്റെ അടുത്ത് കയറിയിരുന്ന മാതിരി ആണ്ട് വരും. നേരെ കിച്ചണ് കയറുക. ഇതിനോട് കണ്ടോ പരിപാടി? ഇങ്ങനത്തെ ഒരു മെസ്സോ ഹോട്ടലുകൾ കണ്ടിട്ടുണ്ടോ? നേരെ അവനാണ് വേണ്ടി ചോറാണ് വിളമ്പുക. അവർക്ക് ഇവിടെ പാർസലാക്കണ പണിയാണ്. പോരെ, അവനാണ് വേണ്ടി ചോറ് അവനാ വിളമ്പെടുക്കുക. അവനാൻ്റെ കുടിയത്തെ മാതിരില്ലേ. നേരെ അങ്ങോട്ട് പോവുക. എത്ര വേണ്ട ഇസ്കലൊന്നും ഇല്ലല്ലേ, വേണ്ട എടുത്ത് കഴിക്കുക അല്ലടാ. ഇങ്ങനെ ഇതിന് മുമ്പ് ഇവിടുന്ന് കിട്ടിയാണ് അതേമാതിരി ഒരവസരം. അടുക്കളയിൽ കയറി തിന്നുക. അത് പേരൻ്റെ അല്ല, ഒരു ഹോട്ടലിൻ്റെ അല്ലേ. നല്ല പരിപാടിയാണ്. ഇഷ്ടപ്പെട്ട കറി എടുക്കല്ലേ? എത്ര എടുക്കാം? അൺലിമിറ്റഡ്. എല്ലായിടത്തും കൊടുക്കണ മാതിരി തന്നെ കൊടുത്താൽ മതി. ഏറെ കൊടുക്കേണ്ടി വരും പൈസ? അങ്ങനെയൊന്നും ഇല്ലല്ലേ. ഇത് നല്ലൊരു നമുക്ക് നല്ലൊരു പ്രൈവസി അല്ലേ, സ്വന്തം പെരീത്തെ പോലെ. എന്ത് ചേച്ചി കാണണേ? സന്തോഷം. നിങ്ങളൊരു സംഭവം ഏതായാലും. എന്താ ഒറ്റ കാര്യം? ഭക്ഷണം വേസ്റ്റ് ആക്കരുത് എന്നുള്ള ഒറ്റ കാര്യം പറയുള്ളൂ അല്ലേ. അടിപൊളി. ഇതെന്താ അറിയോ, ഇത് കാണുന്നവർക്കും ഒരു സന്തോഷമുണ്ട്, ഇത് നിങ്ങൾക്കൊരു ആത്മസംതൃപ്തി അതുണ്ട്.
ഈ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ഹോട്ടലിൽ പോയി ഇരിക്കുക, ഒരു വെയിറ്ററെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, ഓര് കൊണ്ടുവരാൻ ഞാൻ പിന്നെ ഞാൻ ഒരു സാധനം പറഞ്ഞിനി അത് കിട്ടിയില്ല, കച്ചറ വിടുക, അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെ ഓ അപ്പൊ നമുക്ക് പയറുപ്പേര് അധികം ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം അധികം അല്ലേ? എന്താ സംഭവമായല്ലോ പരിപാടി. എടാ സെറ്റല്ലേ? ഇവിടെ വലിയൊരു പാത്രത്തിൽ ഇതാ ഇങ്ങനെ വെച്ചേക്ക, വാണ്ടിയത് വാരി പോവല്ലേ? എടാ സത്യം പറഞ്ഞ ഇതൊരു സൗഭാഗ്യം കേട്ടോ. ഇങ്ങനത്തെ ഒരു വീട്ടിൽ നിന്ന് പോകുന്ന അമ്മനെ പിന്നെ കാണൂലേ? പക്ഷെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഇവിടെ വന്നാലൊരു അമ്മ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലടാ? നിങ്ങളൊന്ന് കണ്ട് പഠിച്ചെന്നെ വേണം ചേച്ചി. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് തോന്നിയത് തന്നെ അങ്ങനെ ചെയ്യല്ലേ? ആ ഞാനവരെ കാണിക്കണം കരുതി തന്നെയാണ്. പിന്നെ അവരിങ്ങനെ തകൃതിയിൽ പണിയിലായോണ്ടേ. നിങ്ങളെ പേരെ എവിടെ? നിങ്ങൾ പാർട്ട്നേഴ്സ് ആണോ? അല്ലല്ലേ? ആ നിങ്ങളെ പേരെന്താ? ഉഷ അല്ലേ? എന്ത് പരിപാടി സാറാ? ഇതിന് മുമ്പോടെ വർക്ക് ചെയ്തിനാ തന്നെ? ഇതൊരു വെറൈറ്റി തന്നെയല്ലേ? ഇങ്ങനത്തെ ഒരു അനുഭവം ഇവിടെ ഉണ്ടായിക്കണോ? എങ്ങനെയാ മുതലാളിച്ചത്തെ മട്ടം? ഇവരോടൊക്കെ ഉള്ള മാതിരി സ്നേഹത്തിൽ തന്നെയാണോ? ആണല്ലേ? ഒന്നുമില്ല, ഒരു ഗെറ്റപ്പും ഇല്ല. ഇത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ? കണ്ടിട്ട് നമുക്ക് ഒരു ഇതുണ്ട്. ആയിക്കോട്ടെ, നടക്കട്ടെ. എന്തായാലും ഷാറ് പരിപാടി. എടാ കുമ്പളൊക്കെ കുറച്ചുള്ളാവോ ചേച്ചി? ഞാൻ പറയോ? ഒന്നും പറയില്ലല്ലേ ചേച്ചി? പാർസലൊക്കെ ആയിരിക്കാം അല്ലേ? ഓൽക്ക് ആക്കി കൊടുക്കും. അത് ശരി. ചേച്ചി കണ്ടോ സംഭവങ്ങളൊക്കെ കണ്ടോ? എന്തൊക്കെ തോന്നി? എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾക്കൊക്കെ വീട്ടിലെ ഫീലാണ്. അതായത് സ്വന്തമായിട്ട് വിളമ്പ, കുട്ടികൾ തന്നെ കഴിക്കാം, അവർക്ക് വേണ്ടത്ര വിളമ്പ, ചോറ് ആവശ്യമില്ലാതെ വിളമ്പ, കൂട്ടാൻ വിളമ്പ, പപ്പടം എടുക്കാം. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. സന്തോഷം, അവരുടെ വീട്ടിലുള്ളൊരു ഫീല്. അതന്നെ. ഹലോ, നോക്ക്, ഞാൻ എൻ്റെ അടുത്തേക്ക് തന്നെ ക്യാമറ കൊണ്ടുവരാൻ കുറച്ച് സ്മാർട്ടാകണ്ട കേട്ടോ. പിന്നെ ഇപ്പം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞു, ഇഞ്ഞും വേണം സാധനം തോന്നി ഇഞ്ഞും പോയി കഴിക്കാം അല്ലേ? എപ്പോഴെങ്കിലും പറഞ്ഞിക്കണോ സുമേച്ചി എടാ അത് കുറച്ചുള്ളൂ അത് എടുക്കല്ലേന്ന് പറയണോ? ഇതുവരെ പറഞ്ഞേ തരണല്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കണ വരെ നമ്മൾ അമ്മമാര് ഇനിയിപ്പോ ഫുഡ് അവർക്ക് ഒറ്റൊരു കണ്ടീഷനുള്ളൂ, വേസ്റ്റ് ആക്കരുത്, എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ അല്ലേ? ഒരു സംതൃപ്തി ഇട്ടു മനസ്സിലല്ലേ? തോന്നുക ഇങ്ങനൊരു അവസരം തരുമ്പേ, ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടിപ്പിക്കാൻ തോന്നല്ലേ? ഇങ്ങനെ അവസരം തരുമ്പോ എന്നാ പിന്നെ വിഭവങ്ങൾ കുറവുണ്ട്, ടേസ്റ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്ര ടൈം കൊണ്ട് ഇത്ര ഫുഡ് ഡിഷുകൾ അവർ ഉണ്ടാക്കുന്നുണ്ട് കൂട്ടാനാണ്. അത് നമുക്ക് വിശക്കണേ നമുക്ക് എത്രയും കഴിക്കാം, അതാണ് സന്തോഷം. എന്നിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ ബഡ്ജറ്റ് വേണം, നമ്മൾ കൂടുതൽ കഴിക്കണം, കൂടുതൽ ബഡ്ജറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മിനിമം നമ്മളൊരു ബഡ്ജറ്റാണ്. എല്ലാവരും വരുന്നത് ഇപ്പോൾ ഫുള്ളാവും, ഇവിടെ ഹൗസ്ഫുള്ളാവും അല്ലേ? ഓക്കെ ഓക്കെ, കഴിക്കാൻ എന്തായാലും. ഇപ്പോൾ തന്നെ അറച്ച കുട്ടികളാവാൻ തുടങ്ങിട്ടോ. ഇപ്പോൾ തന്നെ കുട്ടികളെ കുറേ വന്നു തുടങ്ങി. സത്യം പറയാലോ മക്കളെ, ഇത് കണ്ടിട്ട് ഞമ്മക്ക് തന്നെ മനസ്സൊക്കെ ഒരു സുഖം. എന്താ പറയുക, ചെക്കന്മാർ കാണുന്നുണ്ട്. ഇത് ഒരു എല്ലാവർക്കും പറ്റുന്ന സംഗതിയില്ല കേട്ടോ. കാരണം ചേച്ചി ഇവരോട് പറഞ്ഞ നിർബന്ധം കേട്ടില്ല, ഫുഡ് വേസ്റ്റ് ആക്കരുത്, ഒറ്റൊരു നിർദ്ദേശം ഇവിടെ വെക്കണുള്ളൂ. എത്രയും കഴിക്കും, എന്ത് കഴിക്കുക. ചെക്കന്മാരുണ്ട് 4-5 പപ്പടമൊക്കെ എടുത്ത് പോകണം. ഞാൻ എന്താ വിട്ടു, ഇതൊക്കെ ആരെങ്കിലും സമ്മതിക്കുമോ? സാധാരണ ചോറിൻ്റെ പൈസ തന്നെ കൊടുത്താലും മതിയാവും. പിന്നെ കുടുംബശ്രീ ഹോട്ടലാവുകൊണ്ട് അധികം ഉണ്ടാവില്ല റേറ്റ്, അതിൽ എത്രയും കഴിക്കാമെന്ന്. യഥാർത്ഥത്തിൽ സ്നേഹം വിളമ്പുക എന്നൊക്കെ നമ്മളിങ്ങനെ ആലങ്കാരികമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ സത്യമാണ്. ഇതാണ്ടില്ലേ, ഇതിങ്ങനെ തുടർന്നുകൊണ്ട് ഇട്ടോ കേട്ടോ. ഇതിവിടെ ഇങ്ങനെ തുടരും അല്ലേ? ഈ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടേ നിൽക്കും. ആണ് നിങ്ങൾ കഴിച്ചിരിക്കാം അല്ലേ? എന്താ അവസ്ഥ ഇവിടുത്തെ ഫുഡും കാര്യമൊക്കെ? അടിപൊളിയാ? സ്വന്തമായിട്ട് എടുത്ത് കഴിക്കല്ലേ? ആ അൺലിമിറ്റഡ് ആണ്. കോളേജിൽ പരിപാടിയാണ് ആൾ കമ്മിയില്ലേ? അല്ലെങ്കിൽ നല്ല ആളുണ്ടാവും? നല്ല തിരക്കല്ലേ? ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അത് പറഞ്ഞു, ഒന്ന് കോളേജിൽ പ്രോഗ്രാം ആയിട്ടാണെന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ മക്കളെ, നമ്മൾ അവിടുന്ന് ചേച്ചിൻ്റെ അവിടുന്ന് പോന്നു. അവിടുത്തെ വല്ലാത്തൊരു സംഭവമായിട്ടോ, ആ സ്വന്തമായിട്ട് വളർത്തി കഴിക്കുന്ന പരിപാടി. ആ സൂപ്പർ പരിപാടിയായില്ലേ? നമ്മുടെ മക്കരപ്പറമ്പ്, മലപ്പുറത്ത് പോകുമ്പോൾ മക്കരപ്പറമ്പ് അങ്ങാടി കഴിഞ്ഞിട്ടാട്ടോ മലബാർ മക്കാനി എന്ന സംഭവം ഉണ്ടാവും. ഒന്ന് നോക്കിയാൽ കാണാം. നിങ്ങൾക്കിത് എന്താ ചെയ്യുക, ഒന്ന് അവിടെ പോയി ചോറൊക്കെ വെച്ച് നോക്കണ്ടേ അതിലൊക്കെ പോകുമ്പോൾ. ഭയങ്കര രസം സംഭവം. ഓക്കെ, ഏതായാലും ഇപ്പോൾ നമ്മൾ നേരെ പോണതേ എൻ്റെ ചെറുക്കനെ വലിയോനെ സ്കൂളിൽ നിന്ന് എടുക്കാനാ.
ഓന് 3:30 സ്കൂൾ വിടും. അങ്ങോട്ട് പോയിക്കൊണ്ട് കേട്ടോ. ബാഗേറാ പോവാ, ഇങ്ങോട്ട് കയറുക. പോവില്ല. ഇന്നെന്തൊക്കെ പഠിച്ചോ? എന്നാ പോലെ. അപ്പൊ മക്കളെ ഓനെ വല്ല പെരിയിലാക്കി കൊടുത്തിട്ട് വീണ്ടും അങ്ങാടിക്ക്. ഇപ്പച്ചി അടിയിക്കില്ല, അമ്മച്ചിനോട് വിളിച്ച് പറഞ്ഞിട്ടാ. ഇപ്പച്ചി ഇവിടെ നോക്കിക്കാ, അമ്മച്ചി അവിടെ നിന്ന് നോക്കും കേട്ടാ. അപ്പച്ചിക്ക് ട്രിപ്പ് ഉണ്ട്. ശരി ഇതിലേ പോ നോയിക്കോട്ടാ. ഇതിൽ പോയിക്കോ, വേഗം പോയിക്കോ, പറ്റി നേരല്ലേ. ടാറ്റണ്ടാ. അസ്സലാമലൈക്കും. ബൽക്ക് ടാറ്റ എടുത്താ ബൽക്ക്. അസ്സലാമലൈക്കും പറഞ്ഞ. ഓക്കെ എന്നായിക്കോട്ടെ. അമ്മച്ചിനെ നോക്കിക്കണ്ട കേട്ടോ, പോയിക്കോട്ടാ. പച്ചി ഇവിടെ നിന്ന് നോക്കട്ടാ. എനിക്ക് ട്രിപ്പ് ഉണ്ട് സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് കൊണ്ടാക്കിനി. വരണ്ടാ സിലു, കാക്ക വരുന്നുണ്ട് നോക്കിട്ടാ. കാക്കുനെ കാണണ്ട, കാക്കുനെ കാണണ്ട അടിയില്. കാക്കോടെ എത്തിയാ. ഇതിങ്ങനെ ഈ കോട്ടേഴ്സിലൊക്കെ പല ആൾക്കാരും ഇല്ലല്ലേ, ഭായിമാരും അണ്ണന്മാരൊക്കെ ആയിട്ടേ. നമുക്ക് ശരിക്കും ഇപ്പം ഞാൻ കൊണ്ടാക്കണ നേരം ആയി. എന്നാലും ഓന അവിടെ കണ്ടോ, അവിടെ എത്തിട്ടോ. ഞാൻ പരിക്ക് പോയിക്കോളും. സ്ഥലം തപ്പി ചേരട്ടാ. പൊന്നു മക്കളെ, ഇന്ന് രാത്രിയായി. ഇന്ന് എന്താ പറയുക, ഫുൾ ഹോസ്പിറ്റൽ ട്രിപ്പ് മാത്രം. അതോടെ കൂടുതൽ നമ്മൾ ഈ യാത്രക്കാരെ കാട്ടാതെ നിന്ന് കേട്ടോ. ഫുൾ ഹോസ്പിറ്റൽ ട്രിപ്പ്. ഇന്നിപ്പോൾ അവസാനം പോയതൊക്കെ ഉണ്ടല്ലോ, എന്താ ഒരു പെൺകുട്ടിൻ്റെ കാലുമക്ക് വിറക് ചാടിയിട്ട് ചെറിയ പ്രശ്നം പറ്റി. അങ്ങനെ കാര്യമായിട്ട് അതില്ല കൂടെ. അവിടെ പോയിട്ട് എക്സ്റേ കാര്യങ്ങൾ, മരുന്നിന് വരിക്കൽ, അങ്ങനെ അവിടെ ഇങ്ങോട്ട് കൂടി. വേണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, അവിടുന്ന് പോരാം, നമുക്കവിടെ കൊണ്ടുപോയി വിട്ട് നമ്മൾ പണി കഴിച്ച് പോരാം. പക്ഷെ നമുക്ക് ഒരു മനുഷ്യത്വം പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ കൂടെ 1.5-1.25 മണിക്കൂറോളം ചിലവഴിച്ച് ഇപ്പോൾ വീട്ടിലിറക്കി കൊടുത്ത് പോന്നു. ഓർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. ഓർക്ക് വേണ്ട വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി, പൈസ ഉള്ളതിങ്ങളും കൂടിയൊക്കെ വാങ്ങിയൊക്കെ സെറ്റാക്കി ഈ കുട്ടിയെ പീടിക്കോള്. അപ്പോൾ അതൊക്കെ നമ്മൾ 2-3 ദിവസത്തെ കാണണമല്ലോ. എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുത്താണ്ട് പെരി കൊണ്ടുപോയി കുത്തിറപ്പിച്ചത്. റാത്തായി അൽഹംദുലില്ലാ. അപ്പം നമുക്ക് നാളെ കാണാം.